അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് പ്രപഞ്ചത്തിൽ ഒരു കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു ഗാലക്സിയായ മിൽക്കി പഥത്തിലുള്ള കോടിക്കണക്കിന് നക്ഷത്ര സമൂഹത്തിൽ ഒരു നക്ഷത്ര സമൂഹമായ ഒരു നക്ഷത്ര കുടുംബമായ സൗരയൂഥത്തിലുള്ള ആ സൗരയൂഥത്തിന്റെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 8ഓളം ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായ ഭൂമിയിലുള്ള പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ, ആ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ സങ്കടം പറഞ്ഞുകൊണ്ട് റബ്ബിനെ വിളിച്ചാൽ ആ വ്യക്തിയുടെ സങ്കടങ്ങൾ അറിയാൻ, ആ വ്യക്തിയുടെ വേദനകൾ അറിയാൻ, ആ വ്യക്തിയുടെ നൊമ്പരങ്ങൾ അറിയാൻ അള്ളാഹുവിന് കൃത്യമായി സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുമ്പോഴും രാത്രിയുടെ ഇരുട്ടിൽ ഒരു പാറക്കെട്ടിനടിയിലൂടെ നടന്നു പോകുന്ന ഒരു ഉറുമ്പിൻ്റെ കാലൊച്ച പോലും കേൾക്കുന്നവനാണ് ലോകത്തിൻ്റെ രക്ഷിതാവെന്ന് തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിനുള്ള കോടിക്കണക്കിന് മരങ്ങളിൽ, കോടിക്കണക്കിന് ചില്ലകളിൽ, കോടിക്കണക്കായി വരുന്ന ഇലകളിൽ ഏതെങ്കിലും ഒരു ഞെട്ടറ്റുകൊണ്ട് താഴേക്ക് വീഴുമ്പോൾ അത് കൃത്യമായി അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്, എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് കൃത്യമായി നാം മനസ്സിലാക്കുന്നത്. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. മഹാസമുദ്രങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ അറിവിനെ കുറിച്ച്, അവൻ്റെ കലിമത്തിനെ കുറിച്ച്, കലിമാത്തുകളെ കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ കലിമത്തുകൾ തീരുന്നതിൻ്റെ മുന്നേ ആ കടലുകൾ വറ്റിപ്പോകുന്നതാണ്, ആ മഷികൾ തീർന്നു പോകുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ടതിന് സമാനമായ വീണ്ടുമുള്ള സമുദ്രങ്ങൾ കൊണ്ടുവന്നാലും അള്ളാഹുവിൻ്റെ കലിമത്ത് എഴുതി തീർക്കാൻ സാധ്യമല്ലെന്ന് റബ്ബ് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എത്രമാത്രം വിശാലമാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എത്രമാത്രം വിശാലമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വഹുവൽ അലിയുൽ അദീം, അവൻ എല്ലാം അറിയുന്നവനും മഹോന്നതനുമാണ്.